ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷന്റെ ജസ്റ്റിൻ പാലത്ര ചേരുന്നുണ്ട്. നമസ്കാരം സർ. സ്വർണ്ണവില ഒരു ഘട്ടത്തിൽ 1,00,000-ന് താഴെ എത്തിയ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ പിന്നീട് ആ ട്രംപിന്റെ ഒരു നിലപാടൊക്കെ പറഞ്ഞതോടുകൂടി, ഒരു പ്രതികരണം വന്നതോടുകൂടി വീണ്ടും റോക്കറ്റ് കുതിപ്പിൽ പോവുകയാണ് സ്വർണം. ഇപ്പോഴും 1,00,000 കടന്നു തന്നെ നിൽക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളും ഇങ്ങനെ തന്നെ പ്രതീക്ഷിച്ചാൽ മതിയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഈ വില കുറവ് താൽക്കാലികമായിട്ടുണ്ടായതാണ്. അത് ഒന്നാമത് തന്നെ ഈ ട്രംപിന്റെ സത്യത്തിൽ ആവശ്യമില്ലാത്ത ചില പ്രതികരണങ്ങളാണ് ഇപ്പൊ ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. പറയുന്നത് വെടിനിർത്തൽ 5 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു. അതൊരു ധാരണയോടുകൂടിയാണെന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. പക്ഷെ ഇറാൻ അതിൽ സഹകരിച്ചിട്ടില്ല. ഏകപക്ഷീയമായി ട്രംപ് പറയുന്നു വെടിനിർത്തൽ 5 ദിവസത്തേക്ക്. പക്ഷെ യുദ്ധത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊരു വശത്ത്. അതുകൂടാതെ തന്നെ ഡോളറിന്റെ വില സ്ട്രോങ് ആയി നിന്നതാണ്, ഒന്നിക്കുന്നു കുറച്ച് ദിവസങ്ങളായി. അതുപോലെ തന്നെ ഫെഡറൽ റിസർവ്, അമേരിക്കയുടെ ഫെഡറൽ റിസർവ് അവർ ഇൻട്രസ്റ്റ് കുറയ്ക്കുമെന്നാണ് നമ്മളെല്ലാം വിചാരിച്ചിരുന്നത്. അതിന് വിപരീതമായി കൂട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡോളറിലേക്കുള്ള ഷെയറുകളിലേക്കും ഒക്കെ സ്വർണം വിട്ടിട്ട് ഇൻവെസ്റ്റ്മെന്റുകൾ മാറുന്നു. അതുകൊണ്ടാണ് ചെറിയൊരു ചാഞ്ചാട്ടം അതിൽ വന്നത്. പക്ഷെ ഇപ്പം സംഗതികളൊക്കെ പിന്നെയും വാറിന്റെ സംഗതികളെ സംബന്ധിച്ചോളം ഒരു മാറ്റവും ഇല്ലാതെ മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ കരുതാൻ കഴിയുന്നത്. അതുകൊണ്ട് സ്വർണ്ണവില പഴയ പോലെ തന്നെ കുതിച്ചുയരാൻ തന്നെയാണ് സാധ്യത. അതായത് ഈ പറഞ്ഞതുപോലെ ഈ യുദ്ധം വന്ന സമയത്ത് നമ്മൾ കേട്ടിരുന്നത് സ്വർണ്ണവില ഇനി കുറയും എന്നുള്ള തരത്തിലേക്കൊക്കെ ആദ്യമൊക്കെ വന്നിരുന്നു. പക്ഷെ പിന്നീട് ആദ്യം ആ രീതിയിലായിരുന്നു, സ്വർണ്ണവില കുറച്ചൊന്ന് കുറഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷെ പിന്നീട് ഈ പറഞ്ഞ പോലെ വീണ്ടും കുതിച്ചുയരുകയാണ്. ഈ ട്രംപിന്റെയൊക്കെ ഒരു നിലപാടൊക്കെയാണ് ഈ സ്വർണ്ണവിലയെ സ്വാധീനിച്ചിരുന്നത് എന്നുള്ളൊരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനിയും ഇങ്ങനെ തന്നെ, അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ വില ഉൾപ്പെടെ ഉയരുന്നതുപോലെ തന്നെ ഈ സ്വർണത്തിന്റെ വില കൂടി തന്നെ നിൽക്കും. അതിനി ആഭരണ പ്രേമികളെ സംബന്ധിച്ച് അവർക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു ഒരു കാലത്ത്, സ്വർണം ചെറുതായെങ്കിലും താഴുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ജ്വല്ലറികളുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ്? ആളുകൾ എത്തുന്നുണ്ടോ? ആളുകൾ സ്വർണം വാങ്ങാൻ തന്നെയാണോ, അതോ ഇപ്പോഴും ഈ കയ്യിലുള്ള സ്വർണം വിറ്റ് പൈസ ഉണ്ടാക്കുക എന്നുള്ള തരത്തിലേക്കാണോ പോകുന്നത്? അല്ല ചെറുതായിട്ടാണെങ്കിൽ ഒരു ചാഞ്ചാട്ടമായി വില കുറഞ്ഞു നിന്നപ്പോൾ ആൾക്കാർ കുറെയൊക്കെ പഴയതിൽ നിന്ന്, ആ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പത്തിൽ നിന്ന് വ്യത്യസ്തമായി കുറെയൊക്കെ ആൾക്കാർ കടകളിലോട്ട് ഇറങ്ങി തുടങ്ങിയായിരുന്നു. പക്ഷെ ഇപ്പോൾ പിന്നെയും വില ചാഞ്ചാട്ടം കുതിച്ചു തുടങ്ങിയപ്പോൾ അത് പെട്ടെന്ന് നിൽക്കുകയും ചെയ്തു. അതാണ് ഞാൻ മുമ്പ് പറയുന്നതും അതാണ്. വില ഏതൊരു വ്യാപാരത്തെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് സ്വർണ്ണ വ്യാപാരത്തെ സംബന്ധിച്ചിടത്തോളം, സ്വർണ്ണ വില സ്റ്റഡി ആയിട്ട് നിന്നാലല്ലാതെ ഒരു ബിസിനസ് ഇംപ്രൂവ് ചെയ്യില്ല. അതുവരെ ഈ ബിസിനസിന്റെ ചാഞ്ചാട്ടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ആൾക്കാരിൽ കൺഫ്യൂഷൻ അല്ലേ? വില കുറഞ്ഞു ഒരു 5-6 ദിവസം വില കുറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മളായാലും വിചാരിക്കും എന്നാ മാക്സിമം കുറഞ്ഞിട്ട് എടുക്കാം. കൂടിപ്പോവുകയാണെങ്കിൽ വിൽക്കാനുള്ളവർ വിചാരിക്കും എന്നാ മാക്സിമം കൂടട്ടെ. അപ്പോഴും ഒരു അനിശ്ചിതത്വമാണ് ഉണ്ടാകുന്നത്. ഇതാണ് ഈ വ്യാപാരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എത്ര ദിവസം വരെ ഇങ്ങനെ സ്വർണ്ണവില കുറഞ്ഞു നിൽക്കുന്നതാണ് ഒരു ആശ്വാസമായി കാണേണ്ടത്? അങ്ങനെ പറയാനും കഴിയില്ലല്ലോ. കാരണം 2-3 ദിവസം വരെ കുറഞ്ഞെങ്കിൽ പോലും താങ്കളിപ്പോ പറഞ്ഞതുപോലെ തന്നെ 2-3 ദിവസം കുറയുമ്പോൾ ഇനിയും കുറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴായിരിക്കും ഇത് കൂടുന്നത്. അതെ, പക്ഷെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങള് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വില കുറഞ്ഞ് ഒരു ആവറേജ് റേറ്റിൽ ശരിയായി നിൽക്കാനാണ് ഞങ്ങൾക്കൊക്കെ താല്പര്യം. കാരണം പൊതുജനങ്ങളെ സംബന്ധിച്ചോളം, ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് താങ്ങാവുന്നത് അതിലധികമാണ് ഈ വില. ഒരു പവന്റെ സാധനം എടുക്കുമ്പോൾ ഇപ്പോൾ 1,25,000 30,000 രൂപ വരുന്ന ആരെ കൊണ്ട് സാധിക്കും സ്വർണം വാങ്ങിക്കാൻ? അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വില ഒരു 7,000, 6,000, 7,000, 8,000 നിൽക്കണം എന്ന് ഗ്രാമിന് എന്ന് തന്നെയാണ്. കാരണം അതിലൊന്നും താഴോട്ട് വരുമെന്ന്, അത്രയും തന്നെ വരുമോന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. ഈ കൂടിയ കൂട്ട് ഇനി പിന്നീട് ആണെങ്കിലും കുറയുന്നെങ്കിൽ ഒരു 10 രൂപയിലൊക്കെ വന്ന് നിൽക്കാനുള്ള സാധ്യതകളെ കാണുന്നുള്ളൂ. പക്ഷെ അതും ഈ ഉടനെ ഒന്നും സാധ്യമല്ല. ഈ മുമ്പ് പറഞ്ഞതുപോലെ 1.5 ലക്ഷം 2 ലക്ഷം രൂപ വരെ ഒരു പവന് ഈ സ്വർണ്ണവില ഉയരാം എന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ് ഇപ്പോഴും
നമ്മുടെ നിഗമനങ്ങൾ അനുസരിച്ച് പോകുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഇന്ത്യയിലോ കേരളത്തിലോ അല്ലല്ലോ ഈ വില നിർണ്ണയം നടക്കുന്നത്. ഇന്റർനാഷണൽ സംഭവങ്ങൾ, അവിടുത്തെ ടെൻഷൻ അനുസരിച്ച് ഇന്റർനാഷണൽ വില കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലും നമ്മുടെ ലണ്ടൻ മാർക്കറ്റ് വരുമ്പോൾ ബോംബെയിലും അതിനനുസരിച്ച് വില കൂടുന്നു. ബാക്കി സംസ്ഥാനങ്ങളിലെല്ലാം അതനുസരിച്ച് വില കൂട്ടി വയ്ക്കേണ്ടതായിട്ട് വരുന്നു. നമ്മുടെ ഒന്നും പ്രശ്നങ്ങളല്ല ഇത്. ശരി, വളരെ നന്ദി ശ്രീ ജസ്റ്റിൻ പാലത്ര പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.